RSS സത്സംഘചാലകിന്റെ പരാമർശം വളച്ചൊടിച്ച കോൺഗ്രസ് നീക്കത്തിനെതിരെ പ്രതിഷേധമിരമ്പുന്നു. ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ വ്യക്തമാക്കി. प्रतिष्ठा द्वादशी पौष शुक्ल द्वादशी का नया नामकरण हुआ। पहले हम कहते थे वैकुंठ एकादशी वैकुंठ द्वादशी, अब उसको प्रतिष्ठा द्वादशी कहना है, क्योंकि अनेक शतकों से परचक्र झेलने वाले भारत के सच्चे स्वतंत्रता की प्रतिष्ठा उस दिन हो गई। स्वतंत्रता थी, प्रतिष्ठित नहीं थी, क्योंकि भारत स्वतंत्र हुआ 15 अगस्त को, तो राजनीतिक स्वतंत्रता हमको मिल गई। हमारा भाग्य निर्धारण करना हमारे हाथ में आ गया। हमने एक संविधान भी बनाया, एक विशिष्ट दृष्टि जो भारत के अपने स्व से निकलती है, उसमें से वो संविधान दिग्दर्शित हुआ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ പരാമർശമാണിത്. എന്നാൽ വ്യാഖ്യാനം ചെയ്ത കോൺഗ്രസ് നേതാവ് രാഹുലും കൂട്ടരും അത് ഇങ്ങനെയാക്കി. The chief of the RSS said that India never achieved independence in 1947. He said that true independence in India was achieved when the Ram Mandir was built. യഥാർത്ഥത്തിൽ സർസംഘചാലക് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആഗസ്റ്റ് 15 രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി. ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥാപനം, സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇത്തരം ചില ശുഭ സന്ദർഭങ്ങളിലൂടെ. അതുകൊണ്ടാണ് പൗഷശുക്ല ദ്വാദശി എന്നറിയപ്പെട്ടിരുന്ന ജനുവരി 22. സംസ്കൃത ഭാഷയിൽ ഭാരതീയ രീതിയിൽ പൗഷശുക്ല ദ്വാദശി എന്നാണ് ആ ദിവസത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പ്രതിഷ്ഠാ ദ്വാദശി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതിനും അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് നൂറുകണക്കിന് വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം രാഷ്ട്രീയമായി ലഭിച്ചെങ്കിലും അത് സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു ആ ദിവസത്തോടു കൂടി. അത് പ്രതിഷ്ഠിതമാവുകയാണ് ചെയ്തത് എന്നാണ്. സ്വത്തുമറിഞ്ഞുള്ള തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് ഓരോ രാഷ്ട്രവും സ്വതന്ത്രമാകുന്നത്. ഹിന്ദിയിൽ വളരെ ലളിതമായി ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യം രാഹുലും കൂട്ടരും വ്യാഖ്യാനം നടത്തി വികൃതമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണെന്നും ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യം എന്ന വാക്ക് തന്നെ അർത്ഥവത്താകുന്നത് സ്വത്വം എപ്പോഴാണോ, സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണോ നമുക്ക് നമ്മുടെ തന്ത്രങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുക, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഈ മഹത്തായ ദിനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആ ഒരു പരാമർശം നടത്തിയത്. അതിനെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വളച്ചൊടിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, പരിഹാസ്യമാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം നടത്തി 15 ലക്ഷം കാത്തിരുന്നവരെ ഉന്നമിട്ടാണ് കോൺഗ്രസിന്റെ ഈ പുതിയ രാഷ്ട്രീയ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.